പറഞ്ഞ് അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കണം. അതാണ് മുജാഹിദുകളുടെ വാദം. അടിസ്ഥാനപരമായി മുജാഹിദുകൾ പ്രഖ്യാപിച്ച തെറ്റതാണ്. ഒരിക്കലും അവരൊരു തെറ്റും ചെയ്തില്ല എന്ന് ഖുർആൻ പറഞ്ഞല്ലോ. ഒന്നും അവർ ചെയ്തില്ല എന്തല്ലാതെ അജയ്യനായ അള്ളാഹുവിൽ വിശ്വസിച്ചു എന്നല്ലാതെ ഒരു തെറ്റും അവർ ചെയ്തിട്ടില്ല എന്ന് ഖുർആൻ പറഞ്ഞല്ലോ. ആ രൂപത്തിൽ മുജാഹിദുകൾ ഈ ലോകത്ത് ചെയ്ത തെറ്റ് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ആരാധനക്കർഹൻ അള്ളാഹു മാത്രമാണെങ്കിൽ സർവമാന പ്രാർത്ഥനകൾക്കും ഉടമസ്ഥാവകാശമുള്ളവൻ, എല്ലാവിധ പ്രാർത്ഥനകൾക്കും അർഹനായവൻ അള്ളാഹു മാത്രമാണ്. ഇതാ മുജാഹിദുകൾ പറഞ്ഞത്. അപ്പൊ പറഞ്ഞു അല്ല, അള്ളാഹ് അല്ലാത്ത ഒരുപാട് ആളുകളുണ്ട്, അവരോടും പ്രാർത്ഥിക്കാം. അങ്ങനെ മുസ്ലിയാർ പറയാണ്, നമ്മുടെ ഇവിടെ വന്ന് പ്രസംഗിച്ച മുസ്ലിയാരുടെ ബന്ധുവാണ്, അയാൾ പറയാണ് മുജാഹിദുകൾ വാദപ്രയോഗം നടത്തി. മുജാഹിദുകളും സമസ്തക്കാരും തമ്മിൽ വാദപ്രയോഗം നടത്തി. അപ്പൊ മുജാഹിദുകൾ വെല്ലുവിളിച്ചു, എന്ത്? മുഹിയുദ്ദീൻ ഷെയ്ഖിന് കഴിവുണ്ടെങ്കിൽ ഈ സ്റ്റേജ് പൊളിയട്ടെ. സ്റ്റേജ് പൊളിഞ്ഞില്ല. അപ്പോ തോക്കരുതല്ലോ, മറുപക്ഷം തോക്കരുതല്ലോ. അപ്പൊ മറുപക്ഷം വെല്ലുവിളിച്ചു, അല്ലാഹു തആലക്ക് കഴിവുണ്ടെങ്കിൽ ഈ സ്റ്റേജ് പൊളിയട്ടെ. പൊളിഞ്ഞില്ല. ഇതൊരു RSSകാരനല്ല പറഞ്ഞത്, ഇതൊരു BJP കാരനല്ല പറഞ്ഞത്. നേരെ മറിച്ച് തലപ്പാവ് ധരിച്ച ഒന്നാം തരം മുസ്ലിയാരാണ്, സക്കാഫിയാണ്. കേട്ടോളൂ നിങ്ങൾ ആ വാചകം. സുന്നത്തി ജമാഅത്തിന്റെ പക്ഷോ മുഹീദ്ദീൻ ഷെയ്ഖ് സഹായിക്കും എന്ന് തെളിയിക്കാൻ നിൽക്കുകയാണ്. അങ്ങനെ തെളിവെല്ലാം മുജാഹിദ് പക്ഷത്തിന് തെളിവ് നിരത്താൻ കഴിയാതെ വന്നപ്പോ മുജാഹിദ് മൗലവി അവിടെ നിന്നുകൊണ്ട് ഇപ്പൊ പറഞ്ഞ മാതിരി പൊട്ടൻ വെല്ലുവിളി നടത്തി. അവര് സ്റ്റേജിൽ നിന്നുകൊണ്ട് പറഞ്ഞു, ഓ ഹസൻ മുസ്ലിയാരെ, മുഹീദ്ദീൻ ഷെയ്ഖിന് കഴിവുണ്ടെങ്കിൽ ഈ സ്റ്റേജ് പൊളിയട്ടെ. സ്റ്റേജ് പൊളിഞ്ഞില്ല. അപ്പൊ ജനം വിചാരിക്കും മുഹീദ്ദീൻ ഷെയ്ഖിന് കഴിവില്ല. അതിന് മറുപടി ഹസൻ മുസ്ലിയാർ അപ്പുറത്തു നിന്നുകൊണ്ട്, ഓ മൗലവി, അല്ലാഹു തആലയ്ക്ക് കഴിവുണ്ടെങ്കിൽ ഈ സ്റ്റേജ് പൊളിയട്ടെ. സ്റ്റേജ് പൊളിഞ്ഞില്ല. മൗലവി പറയും അല്ലാഹു തആലയ്ക്ക് കഴിവില്ല എന്ന്. അവര് സ്റ്റേജിൽ നിന്നുകൊണ്ട് പറഞ്ഞു, ഓ ഹസൻ മുസ്ലിയാരെ, മുഹീദ്ദീൻ ഷെയ്ഖിന് കഴിവുണ്ടെങ്കിൽ ഈ സ്റ്റേജ് പൊളിയട്ടെ. സ്റ്റേജ് പൊളിഞ്ഞില്ല. മുഹീദ്ദീൻ ഷെയ്ഖിന് കഴിവില്ല. അതിന് മറുപടി ഹസൻ മുസ്ലിയാർ അപ്പുറത്തു നിന്നുകൊണ്ട്, ഓ മൗലവി, അല്ലാഹു തആലയ്ക്ക് കഴിവുണ്ടെങ്കിൽ ഈ സ്റ്റേജ് പൊളിയട്ടെ. സ്റ്റേജ് പൊളിഞ്ഞില്ല. മൗലവി പറയും അല്ലാഹു തആലയ്ക്ക് കഴിവില്ല. പൊളിഞ്ഞില്ല. മുസ്ലിയാർക്ക് വലിയ സന്തോഷമായി, സ്റ്റേജ് പൊളിഞ്ഞില്ല. കണ്ടോ? നിങ്ങളൊന്ന് ആലോചിക്ക്, എന്ത് അങ്ങനെ മുജാഹിദുകൾ വെല്ലുവിളിച്ചോ എന്നുള്ളത് ചോദ്യമാണ്. നീ അങ്ങനെ വെല്ലുവിളിച്ചതിനെ സങ്കല്പിക്കുക. ഞാനിപ്പോ വെല്ലുവിളിക്കാണ്, മുഹീദ്ദീൻ ഷെയ്ഖിന് കഴിവുണ്ടെങ്കിൽ ഈ സ്റ്റേജ് പൊളിയട്ടെ. അങ്ങനെ പറഞ്ഞപ്പോ തന്നെ പൊളിഞ്ഞെങ്കിൽ വീണെന്ന് വിചാരിക്കുക. പൊളിഞ്ഞു അങ്ങ് വീണ് എങ്കിൽ മുഹീദ്ദീൻ ഷെയ്ഖിനോട് പ്രാർത്ഥിക്കാവോ? എന്ത് വിഡിത്ത മൂല്യരെ പറയണത്? അങ്ങനെയാണെങ്കിൽ ദജ്ജാൽ വരൂലേ? ലോകാവസാനത്തിൽ ദജ്ജാൽ വരൂലേ? സ്വർഗവും നരകവും കാണിച്ചു വരൂലേ? ദജ്ജാൽ വന്നിട്ട് കൊള്ളാലോ, വലിയ ഷെയ്ഖുൽ മശായിഖ്, എന്തായി കാണുന്നത്? മരിച്ചവനൊക്കെ പറയാം എണീക്കണം, എണീക്കെന്ന് പറയും. മരിച്ച ആളൊക്കെ പറയാം എണീക്കെന്ന് പറയും. അപ്പൊ ആ മരിച്ച ആൾക്കാർക്ക് എണീറ്റിക്കുക. ഒരു പ്രദേശത്തേക്ക് അങ്ങ് ചെന്നാൽ അവിടെ കുടിക്കാൻ വെള്ളമില്ല, ഫലപുഷ്ടായ ഒന്നുമില്ല, മരങ്ങളൊക്കെ ഉണങ്ങി നിൽക്കുന്നു. ഉടൻ തന്നെ ദജ്ജാൽ പറയും ഫലപുഷ്ടാകട്ടെ. അപ്പൊ എല്ലാം ഫലപുഷ്ടാവും. ദജ്ജാൽ എന്തൊക്കെയാ കാട്ടുന്നത്? അപ്പൊ ഒരാൾ ഓടി വരും, റസൂലുള്ളാഹി പറയാണ്, ഇതറിഞ്ഞിട്ട് ഒരാൾ ഓടി വന്നിട്ട് പറയും, അന്ത മസീഹുൽ കദ്ദാബ്, നീ വ്യാജനാണ്, ദജ്ജാലാണ് എന്ന് ദജ്ജാലിനോട് ഒരു മനുഷ്യൻ വിളിച്ചു പറയും. ആ സമയത്ത് ദജ്ജാല് അരിശം പൂണ്ടിട്ട് ആ മുഅ്മിനായ മനുഷ്യനെ രണ്ടായി പിളർത്തും. എന്നിട്ട് വലിച്ചു കീറി രണ്ട് ഭാഗത്തേക്ക് അങ്ങോട്ട് ഇടും. എന്നിട്ട് എന്റെ ഇടയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കും. രണ്ട് കഷ്ടമായി വലിച്ചു കീറിയ മനുഷ്യന്റെ ഇടയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് ദജ്ജാൽ പറയും ഖും, എണീക്കെന്ന് പറയുമ്പോ അയാൾ ഇങ്ങനെ എണീറ്റിക്കും. എന്റെ ഇപ്പൊ വിശ്വസിച്ചോ, ഞാൻ റബ്ബാന്ന് അംഗീകരിച്ചോ, ഞാൻ റബ്ബാണ് എന്ന് നീ അംഗീകരിച്ചോ എന്ന് ദജ്ജാൽ ചോദിക്കുമ്പോ ആ മനുഷ്യൻ പറയും, ഇപ്പോഴാണ് എനിക്ക് യഥാർത്ഥത്തിൽ കൃത്യമായി ബോധ്യപ്പെട്ടത്, നീ യഥാർത്ഥ ദജ്ജാലാണ്, ഇപ്പോഴാണ് എനിക്ക് ബോധ്യപ്പെട്ടത്. ഉടൻ തന്നെ ദജ്ജാല് അവന്റെ വാൾ ഊരികിട്ട് മുഅ്മിനായ മനുഷ്യന്റെ കഴുത്തിൽ വെട്ടുമെന്നാണ്. പക്ഷെ ആ മുറിയൂല. അള്ളാഹു നല്ല ചെമ്പ് പോലെ അവന്റെ പെരടിയാക്കി കളയും. ഉടൻ തന്നെ അരിശം പൂണ്ടിട്ട് നാണം കെട്ട ദജ്ജാല് ആ മനുഷ്യനെ വലിച്ചെറിയും നരകത്തിലേക്ക്, അവന്റെ നരകത്തിലേക്ക്. റസൂലുള്ളാഹി പറഞ്ഞു, അവൻ യഥാർത്ഥത്തിൽ പോയി വീണത് സ്വർഗത്തിലാ. ആ മനുഷ്യൻ യഥാർത്ഥത്തിൽ വീണത് സ്വർഗത്തിലാ, പക്ഷെ കാണുന്നോ വിചാരിക്കോ നരകത്തിലാ വീണത്. നബി പഠിപ്പിച്ചെന്നാണ്. അപ്പോ ഈ രൂപത്തിൽ സ്റ്റേജ് പൊളിഞ്ഞു വീണാ മുഹീദ്ദീൻ ഷെയ്ഖിനോട് ദുആ ചെയ്യാൻ തെളിവാവോ? ഇല്ല. ലോകം തന്നെ തകർന്നു വീണാലും അള്ളയല്ലാത്തവരോട് പ്രാർത്ഥിക്കരുത് എന്ന അടിസ്ഥാനപരമായ തത്വം പഠിപ്പിച്ചവരാണ് മുജാഹിദുകൾ എന്ന് മനസ്സിലാക്കണം. പക്ഷേ മുജാഹിദുകളെ തോൽപ്പിക്കാൻ മുസ്ലിയാക്കന്മാർ അള്ളാഹനെ വെല്ലുവിളിക്കാൻ അള്ളാഹു കഴിവുണ്ടെങ്കിൽ ഈ സ്റ്റേജ് പൊളിയട്ടെ. പൊളിഞ്ഞില്ല. ഈ മുസ്ലിയാക്കന്മാരാണ് ഇപ്പൊ വന്നിട്ട് മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരെ പ്രസംഗിച്ചു നടക്കണേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് തീർന്നോ? അതുകൊണ്ട് തീർന്നില്ല. പിന്നെന്താ ഒരു പരാതി? മുജാഹിദുകൾ അബൂജഹലിനെ മുഅ്മിനാക്കി.
മുജാഹിദുകൾ അബൂജഹൽ മുസ്ലിയാർ തന്നെ പറയട്ടെ. അള്ളാഹുവിന് വേണ്ടി മാത്രം നേർച്ച വഴിപാടുകൾ നടത്തിയിരുന്നു, തുടങ്ങിയുള്ള കർമ്മങ്ങൾ ചെയ്തു എന്ന് അബൂജഹലിനെ വെള്ളപൂശിയിട്ട് വേണം ഇവിടെയുള്ള പരമ്പരാഗത മുസ്ലിമീങ്ങളെ ശിർക്കിലേക്ക് നയിക്കാൻ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, അബൂജഹലെ മുഅ്മിനാക്കിയിട്ട് വേണം പരമ്പരാഗത മുസ്ലിങ്ങളെ മുശ്രിക്കാക്കാൻ. നിങ്ങൾ ആലോചിച്ച് നോക്ക്. കാര്യം എന്താ പറയാ, അബൂജഹലിന്റെ വിശ്വാസം പറഞ്ഞപ്പോ മുസ്ലിയാർക്ക് ഇത് ഏത് സക്കാഫിയാണല്ലോ, അബൂജഹൽ സക്കാഫി എന്ന് മുസ്ലിയാർക്ക് തോന്നുകയാണ്. ഞങ്ങളുടെ വിരോധമല്ല, പക്ഷെ അതുകൊണ്ട് റസൂൽ പറഞ്ഞ് ഞങ്ങൾക്ക് പറയാതിരിക്കാൻ പറ്റുമോ? ഖുർആനിലുള്ളത് പറയാതിരിക്കാൻ പറ്റുമോ? ഇത് കേട്ട മുസ്ലിയാർക്ക് അത്ഭുതം. എന്ത്, അബൂജഹൽ അള്ളാഹു വിശ്വസിച്ചിരുന്നു. അതിനെന്താ, ഖുർആൻ പറഞ്ഞല്ലോ അള്ളാഹിനെ നിഷേധിക്കാൻ ആർക്കാ കഴിയാ? അല്ലാഹുവിനെ നിഷേധിക്കാൻ ഒരാൾക്കും കഴിയില്ല. അതുകൊണ്ട് തന്നെ ആകാശഭൂമികളെ സൃഷ്ടിച്ചത് ആരാണെന്ന് അബൂജഹലിനോട് ചോദിച്ചാൽ അബൂജഹൽ പറയും അല്ലാ എന്ന്. മാത്രമല്ല വൈദാ റകിബൂ ഫിൽ ഫുൽക് ദഅവുല്ലാഹ്, കടലിൽ അവർ കപ്പലിൽ സഞ്ചരിക്കുമ്പോ കാറ്റും കോളും വന്നിട്ട് കപ്പലാടാൻ തുടങ്ങിയ പിന്നെ ലാത്തെ വിളിക്കൂല, ഉസ്സയെ വിളിക്കൂല, മനാത്തെ വിളിക്കൂല, പിന്നെ അവിടെ അവർ അല്ലാഹനെ മാത്രം വിളിക്കുമായിരുന്നു. ദഅവുല്ലാഹ മുഖ്ലിസീൻ, ആത്മാർത്ഥമായി അള്ളാഹുവിനോട് അവർ ദുആ ചെയ്യുമായിരുന്നു. ഖുർആന. അത് കേൾക്കുമ്പോൾ മൂല്യാർ എന്തിനു വിരൽ പിടിക്കുന്നത്? എന്തിനാ മൂല്യാർ വിഷമിക്കുന്നത്? അപ്പൊ അബൂജഹലിന്റെ വിശ്വാസം പറയുമ്പോൾ മൂല്യാർ തോന്നുന്നത് ഇത് നമ്മുടെ വിശ്വാസം തന്നെയാണല്ലോ. അതാണ് വിശ്വാസം പഠിക്കണം. നിങ്ങൾ പഠിച്ച അബൂജഹലിന്റെ വിശ്വാസമാണ്. ആ വിശ്വാസം അല്ല പഠിക്കേണ്ടത്, മുഹമ്മദ് നബി പഠിപ്പിച്ച വിശ്വാസം പഠിക്കണം. അതാ പറയുന്നത്. മാത്രല്ല അബൂജഹൽ ദാനധർമ്മം ചെയ്തില്ലേ? ഖുർആൻ മറിച്ച് നോക്കിക്കോ. സൂറത്തു അന്നാമിൽ അല്ലാഹ് പറയാണ് വജഅലു ലില്ലാഹി മിമ്മാ ദറാ മിനൽ ഹർഥി വൽ അന്നാമി നസീബാ ഫഖാലു ഹാദാ ലില്ലാഹി ബിസഅമിഹിം വഹാദാ ലിശുറകാഇനാ ഫമാ കാന ലിശുറകാഇഹിം ഫലാ യസ്ലു ഇലല്ലാഹ് വമാ കാന ലില്ലാഹി ഫഹുവ യസ്ലു ഇലാ ശുറകാഇഹിം സാഅ മാ യഹ്കുമൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയ കാലികളിൽ, അല്ലാഹു അവർക്ക് നൽകിയ കൃഷികളിൽ നിന്ന് ഒരു ഓഹരി അവർ മാറ്റി വെക്കുന്നു. ആർക്ക് വേണ്ടി? ആ ഒരു ഓഹരി അള്ളക്ക് വേണ്ടി ഒരു ഓഹരി മാറ്റി വെക്കുന്നു. മറ്റൊരോഹരിയോ അവരല്ലാഹുവിന് പുറമെ ആരാധിക്കുന്ന ആരാധിക്കുന്ന ആളുകൾക്ക് വേണ്ടി, ആരാധിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി, വിഗ്രഹങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നു. രണ്ടോഹരി അബൂജഹലിന്. ഒന്ന് അള്ളക്ക്, മറ്റൊന്നോ ലാത്തക്ക്. ഒന്ന് അള്ളക്ക്, മറ്റൊന്നോ ഉസ്സക്ക്. അവരുടെ കാലികളിൽ നിന്നും അവരുടെ കൃഷിയിൽ നിന്നും. എന്നിട്ട് അള്ളാഹ് പറയാണ് എന്ത്, പിന്നെ അള്ളക്കുള്ള ഓഹരിയിൽ നിന്ന് പങ്കാളിക്ക് നീക്കി വെച്ച ഓഹരിയിലേക്ക് എത്തും. പങ്കാളിക്ക് നീക്കി വെച്ച ഓഹരിയിൽ നിന്ന് അള്ളാന്റെ ഓഹരിയിലേക്ക് എത്തൂല. സാഅമാ യഹ്കുമൂൻ, അവരുടെ തീരുമാനം എത്ര മോശം എന്ന് പറഞ്ഞാൽ, അബൂജഹലിക്ക് ഒരു കൃഷിയുണ്ട് എന്ന് വിചാരിക്കുക. ആ കൃഷിയിൽ നിന്ന് വിളവെടുക്കുമ്പോൾ രണ്ട് ഓഹരി, അതിൽ നിന്നൊരു ഓഹരി എടുത്തിട്ട് ഒന്ന് അള്ളക്ക്, മറ്റൊന്ന് ഉസ്സക്ക്, അല്ലെങ്കിൽ ലാത്തക്ക്, അല്ലെങ്കിൽ ഇന്ന വിഗ്രഹത്തിന്, അല്ലെങ്കിൽ ഇബ്രാഹിം എന്ന വിഗ്രഹത്തിന്, അല്ലെങ്കിൽ ഇസ്മായിൽ എന്ന വിഗ്രഹത്തിന്, അങ്ങനെ രണ്ട് ഓഹരിയായി മാറ്റും. പക്ഷേ ഈ പങ്കാളികൾക്ക് നീക്കിവെച്ച ഓഹരിയിൽ ഒരൽപ്പം കുറഞ്ഞ് എന്ന് തോന്നിയാൽ അള്ളാന്റെ ഓഹരിയിൽ നിന്ന് എടുത്ത് ഇങ്ങോട്ട് വെക്കും. പക്ഷെ അള്ളക്ക് നീക്കിവെച്ച ഓഹരിയിൽ നിന്ന് ഒരൽപ്പം കുറഞ്ഞാലോ ഒരിക്കലും പങ്കാളിയുടെ ഓഹരി അള്ളക്ക് കൊടുക്കൂല. അതാ അള്ളാഹ് പറഞ്ഞ സാമാ ഏക്കുമ്പോൾ ഇത് എത്ര മോശം അവരുടെ തീരുമാനം. അപ്പൊ മൂല്യർക്ക് തെളിവായി. കണ്ട അപ്പൊ ഞങ്ങൾ പറഞ്ഞില്ല, അള്ളയേക്കാളും അവർ വലുതായി കണ്ടത് ആരെയാണ്? വിഗ്രഹങ്ങളെയാണ്. എന്നാലും അള്ളാനെ അവിടെ കണ്ടുന്ന് കിട്ടും. ഒന്ന്. ഇനി അതല്ല, എന്തുകൊണ്ടാണ് അവരെങ്ങനെ ചെയ്തത്? അള്ളക്ക് വില കൽപ്പിക്കാത്തത് കൊണ്ടാണോ? അല്ല. മഹാനായ ഇമാം ഖുർത്തുബി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറഞ്ഞത് കാണാം. അതിനവർക്കൊരു ന്യായമുണ്ട്. എന്താ അവർ പറഞ്ഞ ന്യായം? അല്ലാഹു ഹുവൽ ഗനിയ്യ് വശുറകാഉനാ ഫുഖറാ. അള്ളാഹ് ധന്യനാണ്. അള്ളക്ക് ഇച്ചിരി കുറഞ്ഞ വല്ല പ്രശ്നമുണ്ടോ? എന്നാൽ നമ്മുടെ പങ്കാളികളോ അവർ ദരിദ്രന്മാർ, അള്ളാഹ് എന്തിനും കൊടുത്തിട്ട് വേണം നിങ്ങൾക്ക് ജീവിക്കാൻ. അപ്പൊ അവർക്ക് കുറയാൻ പാടില്ല. അള്ളക്ക് ഇപ്പൊ നമ്മൾ ഇച്ചിരി അരി കിട്ടിയിട്ട് വേണോ, നമ്മുടെ ഒരു പോത്തിനെ കിട്ടിയിട്ട് വേണോ എന്നായിരുന്നു അവര് പറഞ്ഞത്. അപ്പൊ എന്ത് കിട്ടി? മൂല്യർ വിചാരിച്ച പോലെ അല്ല കാര്യം. അള്ളാനെ അവർ മനസ്സിലാക്കി, അള്ളാനെ അവർ അറിഞ്ഞു. ഇനി നോമ്പ് നോക്കി, ഞാൻ ഓരോന്നോരോന്ന് വായിക്കുന്നില്ല, ബുഖാരി മറിച്ചു നോക്ക്, അതിന്റെ 2002 നമ്പർ വായിച്ചു നോക്ക്. അവർ നോമ്പ് നോറ്റിയെന്നൊന്ന് കിട്ടും. ഇനി അതല്ല, ആശൂറ നോമ്പല്ല, മുഹറം 10 നോമ്പെത്തുമ്പോ മുസ്ലിയാക്കന്മാർ തന്നെ ഇത് പറയും. എന്ത്? കാലയൗമു ആശൂറ തസൂമുഹു ഖുറൈശും ഫിൽ ജാഹിലിയ്യ. ആശൂറ നോമ്പ്, മുഹറം 10 നോമ്പ് ഖുറൈശികൾ ജാഹിലിയത്തിൽ തന്നെ നോക്കുമായിരുന്നു. ഖുറൈശികളെ ജാഹിലിയ കാലഘട്ടത്തിൽ തന്നെ മുഹറം 10 നോമ്പ് നോക്കുമായിരുന്നു. സൈൻ സലഫി പറയല്ല, ക്ലിപ്പല്ല, നേരെ മറിച്ച് ഇത് ബുഖാരിലെ ഹദീത്ത മുസ്ലിയാര് മറിച്ചു നോക്ക്. 2002 മുസ്ലിയാര് വിചാരിച്ച് ക്ലിപ്പിട്ട് പോകാതാ സാധു എന്ത് ചെയ്യും? പേരോട് മൂല്യർ എന്ത് പറഞ്ഞാലും മൂല്യർ ഇതുപോലെ ഇവിടെ പറയും. കാരണം ഈ തെക്കും വടക്കും ദൂരാണല്ലോ, ഒരു 10-300 കിലോമീറ്റർ അപ്പുറമായിരിക്കും കൂടുതൽ അയാൾ പ്രസംഗിക്കുക.
അതുകൊണ്ട് തന്നെ നമ്മൾ ആരും ഇത് കാണും. നിങ്ങൾ ഇറക്കണ എല്ലാ സീഡിയും, എല്ലാ മുസ്ലിയാക്കന്മാരുടെ സീഡി നമ്മൾ കാണുന്ന. അതുകൊണ്ട് എവിടുന്ന് എങ്ങോട്ടൊക്കെ ഈ ലിങ്ക് ഇത് കൃത്യമായി മനസ്സിലാവും. അതുകൊണ്ടായി പറയണത്. ഇനിയോ അവര് ഏത്തിക്കാഫിരുന്നിരുന്നു. എവിടെ? കഅബാലയത്തിലെടുക്കലേ അബൂജഹലും ടീമും. ഈത്തിക്കാഫോ? അപ്പൊ ഒറിജിനൽ നമ്മുടെ സമസ്തക്കാരൻ തന്നെ. അങ്ങനെ പറയുന്നതിന് മുമ്പ് മറിച്ചു നോക്ക്. അബൂദാവൂദ് 2474 നമ്പർ ഹദീസ്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വന്നിട്ട് ചോദിക്കുകയാണ് നബിയോട്, എന്താണ് അതെ നബിയെ, ഞാൻ പണ്ട് ഉക്കാള ചന്തയിൽ കൂലിത്തല്ലുകാരനായി ജീവിച്ചപ്പോ എന്റെ ജാഹിലിയത്തിൽ ഞാൻ നേർച്ച നേർന്നിരുന്നു. എന്താ നേർച്ച നേർന്നിരുന്നത്? ഒരു ദിവസമോ അല്ലെങ്കിൽ ഒരു രാത്രിയോ കഅബാലയത്തിന്റെ അടുക്കൽ വന്ന് എഴുത്തിക്കാഫിരിക്കാൻ ഞാൻ പണ്ട് മുസ്ലിമാകുന്നതിന് മുമ്പ് ഞാൻ നേർച്ചയാക്കിയിരുന്നു നബിയെ. പക്ഷെ ഇപ്പൊ ഞാൻ മുസ്ലിമായി